ഈ കാണുന്ന ആൾക്കാരൊക്കെ. നമ്മൾ വിചാരിക്കും എല്ലാ മുസ്ലിം രാജ്യങ്ങൾ, ഇസ്ലാമിക് രാജ്യങ്ങൾ എല്ലാവരും കൂടി ഇറാൻ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും, എല്ലാവരും ഇറാൻ അങ്ങോട്ട് ഇങ്ങോട്ട് എടുത്ത് പൊക്കി വെച്ചിട്ട് ഇറാന് വേണ്ട സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ നിൽക്കും. പക്ഷെ ഒരു ചുക്കും മണ്ണാങ്കട്ടും ചെയ്യാൻ പോകുന്നില്ല. ഇസ്രായേൽ ചെയ്യുന്നത് വളരെ മോശമാണ്, അമേരിക്ക ചെയ്യുന്നത് വളരെ മോശമാണ്. ഇറാൻ പണ്ട് ചെയ്തതും വളരെ മോശമാണ്. ഇറാന്റെ വലിയ ദോസ്തായിരുന്നു അമേരിക്ക. അറിയോ? ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ ഹിസ്റ്ററി ഫുള്ള് പഠിക്കണം. അല്ലാതെ ബാക്ക്ഗ്രൗണ്ട് ഒരു മ്യൂസിക് ഇട്ട് അമേരിക്കൻ്റെ കമ്പനി യൂട്യൂബ് 1,00,000 കിട്ടുന്നെങ്കിൽ 90,000 ഉറുപ്പ്യ അമേരിക്കക്കാണ് കിട്ടുന്നത്. ആ യൂട്യൂബിൽ ഇരുന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ആദ്യം നിങ്ങൾ യൂട്യൂബ് ഒഴിവാക്കണ്ടേ? അമേരിക്കൻ്റെ കമ്പനിയല്ലേ ഇങ്ങനെ കുറവ് മാത്രം പറയുന്നത്. ഒരു നിരായുധരായ 71-ൽ ഷാർജൻ്റെ ഒരു ഭാഗമായാണ് അബു മൂസാനെ ഇറാനെ പിടിച്ചെടുക്കുമ്പോൾ ഇത് മുസ്ലിം കൺട്രി ആണല്ലേ, ഇവരെല്ലാം മുസ്ലിങ്ങളാണല്ല, അവരടുത്ത് ആയുധമില്ല, അമ്മ ഇത് പിടിച്ചെടുക്കണ്ട പറഞ്ഞിട്ട് വിട്ടോ. ഈ നാട് പിടിച്ചെടുക്കുമ്പോൾ ഇപ്പോൾ ഇമോഷണലാണ്. ഓക്കെ, ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് വളരെ മോശമാണ്. അവർ ഈ ഏരിയയിൽ ഇതാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ്റെ പ്രോക്സി ആയിട്ട് പണിയെടുക്കുന്നു. അതുപോലെ ഓരോ കാലത്തും ഇങ്ങനെ നടന്നുകൊണ്ടുണ്ടാവും എന്ന് പറഞ്ഞെങ്കിൽ ഈ പോളിറ്റിക്കൽ ഒരു രാജാവിൻ്റെ സീറ്റിനങ്ങാട്ടി വലിയ ആഗ്രഹം ഒരു മനുഷ്യൻ വരില്ല. അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആരും വിടൂല. ഇറാന് ബാക്കിയുള്ള നാട്ടിലെല്ലാം എന്താണ് മുമ്പ് ചെയ്തത്? സിരിയനെ പൊടിയാക്കാൻ ആരക്കാറ് അവിടെ കൊണ്ടുപോയി ഉള്ളിൽ ഫിത്തിനയാക്കി കുറേ ആളെ കൊല്ലുമ്പോൾ ഈ മുസ്ലിം പറഞ്ഞിട്ട് കൊന്നു. അവിടെ യഹൂദികളെ കൊന്നേ, മുസ്ലിങ്ങളെ തന്നെയല്ല തമ്മിൽ കൊന്നത്. ഇപ്പോൾ ഇവർക്ക് ആയുധം കൊടുക്കുന്നതായിരിക്കും യമന് ആരെ സൗദിനെയല്ല അടിക്കുന്നത്. അവിടെ ഇതുണ്ടാ, അത് മുസ്ലിങ്ങളല്ലേ. അപ്പോൾ ഈ മുസ്ലിങ്ങൾ പറഞ്ഞിട്ടേ ഇപ്പോൾ ഇതിൽ മാത്രം മുസ്ലിങ്ങളെ സപ്പോർട്ടില്ല. ഇതെല്ലാം ഒരു ജിയോ പോളിറ്റിക്സ് ആണ്, മനസ്സിലായില്ലേ? അന്ന് നിരായുധരായിട്ടുള്ള ഷാർജൻ്റെ ഒരു ഭാഗമാണ് അബു മൂസ. അതന്ന് പിടിച്ചെടുക്കുമ്പോൾ ഇവർ മുസ്ലിമാണെന്ന് വിട്ടോ? അതിനെ പറ്റിയിട്ട് ഇങ്ങൊരു വീഡിയോ ചെയ്യൂ. എനിക്കറിയില്ല നിങ്ങളെ പേരെന്തെന്നൊന്നും നമുക്കറിയില്ല. നിങ്ങളെ കുറേ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട്. ഈ വൺ സൈഡ് നിങ്ങൾക്ക് യൂട്യൂബിൽ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത് അമേരിക്കക്കല്ലേ പൈസ പോകുന്നത്. അപ്പോൾ അമേരിക്കൻ്റെ കമ്പനി ഞാൻ എന്നെ ഇത് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്താ ഉപയോഗിക്കാത്തത്? എല്ലാവരും നിങ്ങൾക്ക് പണത്തിൻ്റെ ബാക്കിൽ പോകുന്നു. വേറൊരാൾ ഓരോ ആളും ഓരോ കാര്യത്തിൽ പോകുന്നു. ആര് ശരിയാണ് ആര് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നിപ്പോൾ ഇസ്രായേൽ ചെയ്യുന്ന വളരെ മോശമാണ്. ഞാൻ ഒരിക്കലും അവർക്ക് സപ്പോർട്ടല്ല. പക്ഷെ നിങ്ങൾ ഈ UAE വെറുതെ ഇതിൽ വലിച്ചിട്ട്, കാരണം ഞാൻ അടുത്ത ചോറ് വെള്ളം കുടിക്കുന്ന കുറേ കാലം കുടിക്കുന്ന മനുഷ്യനാണ്. ഇതിൻ്റെ അടിയിൽ കുറേ മാഷാ അല്ലാ കോശാ അല്ലാ എന്ന് പറയുന്ന ആളുണ്ടല്ലോ. അവരും അവരെ പെരക്കാറും നിങ്ങളെ പെരക്കാറും ആടുന്ന് കുറേ കഴിക്കുന്നുണ്ട്. വലിയ ബിസിനസ്മാന് അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ കളിയാക്കിയിട്ടാകുമ്പോൾ കുറേ ആൾ അടിയിൽ മാഷാള്ള എന്ന് എഴുതുന്ന ഇന്ന് കഞ്ഞി ബേകുന്നത് ആട്ടെന്ന് ആടെ ഇല്ലാതായി കഴിഞ്ഞാൽ അപ്പം എന്താ പറയുക അല്ല. പിന്നെ ഞാൻ എന്താപ്പം പറയാം, ആദ്യം ജിയോ പോളിറ്റിക്സ് പഠിക്കുക, എന്നിട്ട് ജിയോ പോളിറ്റിക്സിനെ കുറിച്ച് പറയും. കുറേ ആളെ തമാശയാക്കുന്ന പോലെയല്ല. എന്നാൽ നിങ്ങൾ ഇത്ര വലിയ ആളാണെങ്കിൽ അബു മൂസാനെ വിട്ടുകൊടുക്കാൻ പറയും. ഒരു പാവപ്പെട്ട നാടായിരുന്നു, അന്ന് ഒരു ആയുധം ഉണ്ടായിട്ടില്ല, അന്നല്ലേ പോയി കയറി പിടിച്ചത്. അതിനെ പറ്റിയിട്ട് എന്താ പഠിക്കാത്തത്? അന്ന് ബ്രിട്ടീഷറുടെ കയ്യിലുണ്ടായതാണ് അബു മൂസ. അത് UAEക്ക് ഫ്രീഡം ആക്കി കൊടുക്കുമ്പോൾ അത് മൊത്തം കൊടുത്തതല്ലേ, അതിനവർ വന്നിട്ടായിട്ട് പിടിച്ചെടുത്തതല്ലേ. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയോ? അപ്പം അതിൽ മുസ്ലിം മറ്റത് അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. എല്ലാം അവരവരെ കാര്യം നോക്കുന്നതാണ്. പാവങ്ങളെ മുകളിൽ എല്ലാവരും തലക്ക് കയറി. ഇറാനും കുറേ ആളെ പാവങ്ങളെ തലക്ക് കയറി. അല്ലാതെ വെറുതെ ഇങ്ങനെ കുറേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് അമേരിക്കൻ്റെ കമ്പനീൻ്റെ യൂട്യൂബിലും വന്നിട്ട് ഇങ്ങനെ കുറേ മാഷാ അല്ലാഹ് ചോദിപ്പിച്ചിട്ട് ആദ്യം ജിയോ പോളിറ്റിക്സ് പഠിക്കളിയാ. ഓക്കെ പാർവി.